ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തേന്ന് പറഞ്ഞാൽ 18/4/25. അപ്പോൾ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവിത്ര സീരിയലിൻ്റെ കഥ പറഞ്ഞാൽ നമ്മൾ അമ്മിണി അച്ചമ്മ വന്നങ്ങനെ ആകെ എന്നൊക്കെ കലക്കി വെച്ചിരിക്കുകയാണ്. കുടുംബത്തിലെ മൊത്തം എല്ലാവരും പിടിച്ചിട്ടുണ്ട്. വിശ്വനെ പിടിച്ചിട്ടുണ്ട്, വിനായകനെ പിടിച്ചിട്ടുണ്ട്, നന്ദിനിയെ പിടിച്ചിട്ടുണ്ട്. ഒക്കെപ്പാടെ ഒന്ന് ഇളക്കി മറിച്ച് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വേദയ്ക്ക് ഒരു പണി കൊടുത്തിരിക്കുകയാണ്, സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. ദോശയും സാമ്പാറൊന്ന് വേദയുടെ വകയായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും സാമ്പാർ റെഡിയാക്കണം എന്നും പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. കുളി കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മുടെ വിക്രം വിക്രമിൻ്റെ ഒരു സ്നേഹപ്രകടനം കഴിഞ്ഞ് വിക്രമിൻ്റെ ചെവിക്കും പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അടുക്കളയിൽ നമ്മുടെ വേദ പരിപ്പിൽ കഷ്ണങ്ങളൊക്കെ ഇടുകയാണ്. അപ്പുറത്ത് നിന്നിട്ട് നന്ദിനി എന്തെങ്കിലും മഴ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കി ഒരു ചായക്കപ്പം പിടിച്ച് നിന്നിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ അച്ചമ്മ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അച്ചമ്മ വിളിക്കുകയാണ്, എവിടെ പുതിയ മരുമോളെ എവിടെ വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ എന്താ വരുന്നു അച്ചമ്മയെന്ന് പറയും. വരുന്ന വഴിക്ക് നന്ദിനീൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിന്നിട്ട് പറയും. അപ്പോൾ നന്ദിനി പറയും, ഇവൾക്ക് എന്താ അറിയാൻ തോന്നുന്നു പറയും. അപ്പോൾ പറയും, പരിപ്പിൽ കഷ്ണങ്ങളൊക്കെ ഇട്ടില്ലേ, ഇനിയിപ്പോൾ എപ്പോഴാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കേണ്ടത് നോക്കി നന്ദിനി. അപ്പോൾ നമ്മുടെ വേദം പറയാതെ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ചേർത്തോളാം എന്നറിയും. കായപ്പൊടി ചേർക്കണം, എന്നാലേ സാമ്പാറിന് ഒരു മണവും ഗുണമൊക്കെ ഉണ്ടാവുള്ളൂ എന്നറിയും. അതൊന്നും എന്നെ പഠിപ്പേണ്ടത് എനിക്ക് അറിയാമെന്നറിയും. അപ്പോൾ അതൊക്കെ ചേർക്കേണ്ട സമയത്ത് ഞാൻ ചേർത്തോളാം എന്ന് പറയും കേട്ടോ നമ്മളെ വേദ. അപ്പോൾ ഇവൾക്ക് എന്തൊക്കെയോ അറിയാൻ തോന്നണമല്ലോ എന്നറിയാൻ എങ്ങനെയെങ്കിലും ഇവളുടെ ഇതൊന്ന് മൂട്ടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് സംഭവം. കാരണം ഒരു പുലാവ് ഉണ്ടായിട്ട് ആകെ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആവും സാമ്പാറെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ് നമ്മുടെ നന്ദിനി. അപ്പോൾ അത് കഴിയുമ്പോഴൊക്കെയാണ് നമ്മുടെ അച്ചമ്മയുടെ വരവ്. അച്ചമ്മ വന്നിട്ട് വേദയെ വിളിക്കുക. അപ്പോൾ വേദ വന്നിട്ട് നന്ദിൻ്റെ അടുത്ത് നിന്നിട്ട് പറയും, എൻ്റെ സാമ്പാറിൻ്റെ മുകളിലെങ്ങാനും ഞാൻ എന്താ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അപ്പോൾ അച്ചമ്മേ എന്ന് പറയും. അപ്പോൾ പറയും, മോളെ ഈ കുരങ്ങിന് നിനക്ക് എങ്ങനെയാണ് ഇഷ്ടമായത് എന്ന് വയ്ക്കും. അപ്പോൾ പറയും, നീ എങ്ങനെയാണ് ഇവനെ പ്രേമിച്ചത് എന്നാണ് ചോദ്യം. അപ്പോഴേക്കും മാഷും കമലമ്മയും കൂടെ ഉള്ളത് ഇങ്ങോട്ട് വരുന്നുണ്ടാവും. നമ്മുടെ അതിൽ പറയും അത് ശ്രീജ ഉണ്ടാവും. അപ്പോൾ പറയും, ശ്രീരാമചന്ദ്രനെ കാണാതെയല്ലേ സീതാദേവി അദ്ദേഹത്തെ സ്വയംവരം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നളനെ കല്യാണം കഴിച്ചത് ദമയന്തി അതുപോലെ തന്നെ കാണാണ്ടാണല്ലോ കല്യാണത്തിന് സമ്മതിക്കുന്നത്. അതുപോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ആണ്ട് ചിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ രാമായണത്തിൻ്റെ ഒരു ഭാഗവും പറയുന്നുണ്ട്. അപ്പോൾ പറയും, രാമായണത്തിൽ ശ്രീരാമൻ വില്ലൊടിച്ചിട്ടാണ് നമ്മുടെ സീതാദേവിയെ കല്യാണം കഴിച്ചത്. ഇതുപോലെ നീ ഇവൻ ഗുണ്ടകളുടെ എല്ലൊടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണോ നീ കല്യാണം കഴിച്ചത് എന്നിങ്ങനെ ചോദിച്ച് ചിരിക്കുന്നുണ്ട്. അപ്പോൾ മാഷ്ക്ക് എന്തോ അതത്ര പിടിക്കില്ല, മാഷ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അമ്മയുടെ ആ ഡയലോഗ് കർച്ചിലൊക്കെ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ മാഷ്. അപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ മാഷെ വിളിക്കുകയാണ്, സുധാകര എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിക്കുകയാണ്, അച്ചമ്മ വിളിക്കുകയാണ്. അപ്പോൾ പറയും, നീ എന്താടാ ഒന്നും പറയാത്തത് എന്ന് പറയും. അമ്മ ബാക്കി കഥകളുടെ പുരാണങ്ങളും കൂടെ അമ്മ കേട്ടോളൂ, എനിക്ക് ഇത്തിരി പണിയുണ്ട്, എനിക്ക് ട്രഷറിയിലൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കയറി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വേദോട് പറയേ, സ്കൂൾ മാഷല്ലേ, അരസികനാവും, ഇതൊന്നും പിടിക്കണ്ടാവില്ല, അതൊന്നും സാരല്ല കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ മാഷ അകത്തേക്ക് കയറി പോണ സമയത്ത് കമൽ എല്ലാവരും കൂടെ നിന്നിട്ട് എന്തൊക്കെയോ സംസാരങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാഷ് കമലയെ വിളിക്കുക. അപ്പോൾ കമല ചെല്ലുണ്ട്. അപ്പോൾ എന്തൊക്കെയുമ്പോൾ എവിടെ എൻ്റെ ട്രഷറിയുടെ ബുക്ക് എവിടേക്കിപ്പോൾ എടുത്ത് കൊടുക്കുകയാണ്. ഇത് ആ മേശവലിപ്പിലുണ്ടല്ലോ പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊടുക്കുമ്പോൾ മാഷ് ചോദിക്കുകയാണ്, മാഷ് നീയും അമ്മയായിട്ടാണല്ലോ നല്ല കൂട്ട്, അതുകൊണ്ട് അമ്മ അമ്മയുടെ ഈ കോപ്രായങ്ങളൊക്കെ ഒന്ന് നിർത്താൻ പറയും, എനിക്കത് പറയാൻ നിവർത്തിയില്ല, എങ്ങനെ അമ്മ അങ്ങോട്ട് പോകുന്നു ചോദിക്കുന്നുണ്ട് കമലമ്മ. അപ്പോൾ പറയും, സാധാരണ മാഷ് വിളിച്ചാൽ പോരാത്തതാണല്ലോ, ഇപ്രാവശ്യം എന്ത് പറ്റി എന്ന് അറിയില്ല, ഞാൻ പോരുന്നു കൂടെ ആകുമ്പോൾ വരണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് എൻ്റെ അനിയന് വേണ്ടി ജീവിച്ചതല്ലേ, ഈ ജീവിതകാലം മുഴുവൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതല്ലേ, അപ്പോൾ അവരുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നിങ്ങനെ പറയും. അപ്പോൾ പറയും, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനത്തെ ഈ പിള്ളേരെ പോലെ റീൽസ് എടുക്കലും അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള ഇതൊക്കെ ഒന്ന് നിർത്താൻ പറയുമെന്ന് പറയും. അപ്പോൾ കമല പറയും, ഞാനെങ്ങനെ പറയാം, അമ്മയുടെ സന്തോഷം അതാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ ഞാൻ പറയാം, മാഷയെക്കാട്ടിലും മനസ്സുകൊണ്ട് ചെറുപ്പമാണ് അമ്മ നല്ല ആക്റ്റീവാണ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ
എന്ന് പറയും. പക്ഷേ അപ്പോൾ മാഷ് പറയും എനിക്കൊന്നും പറയാൻ നിവർത്തിയില്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി അത്രയും എനിക്കും അനിയനും വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ, അത് കാരണം അമ്മയോട് ഒന്ന് എതിർത്ത് പറയാൻ എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ പറയും അതെനിക്ക് മനസ്സിലായി, സുധാകര ഒന്ന് അമർത്തി വിളിക്കുമ്പോൾ പണ്ടത്തെ മറ്റേ സ്കൂൾ മാഷുടെ ആ ഇതൊക്കെ മാറിപ്പോകുന്നുണ്ട് മാഷ്ക്ക് എന്നിങ്ങനെ പറയും. അപ്പോൾ അതെ, അതുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയും എന്തായാലും എനിക്ക് ട്രഷറി വരെ ഒന്ന് പോകണം, ഞാനൊന്ന് പോയിട്ട് വരാം എന്നറിയാണ്. പിന്നെ കാണുന്നത് അച്ചമ്മ നന്ദിനിനെയും വിനായകനെയും പൊളിച്ചെടുക്കുന്നത്. അപ്പോൾ പറയും അപ്പോൾ നിനക്കറിയില്ല ഒരു ദിവസത്തെ ഒരു മാസത്തെ ഇവിടുത്തെ ചിലവ് എത്രയെന്ന് നിനക്കറിയില്ല അല്ലേ നോക്കിയാണ് വിനായകനോട്. അപ്പോൾ നന്ദിനി പറയും അത് അച്ചമ്മേ ഞങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല, അച്ഛനല്ലേ എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങളതൊന്നും അന്വേഷിക്കാറില്ല എന്നറിയും. അപ്പോൾ അത് നിങ്ങൾ അന്വേഷിക്കണില്ല എന്ന് പറയുമ്പോഴേക്കും മാഷ് ഇങ്ങോട്ട് വരിക. അപ്പോൾ പറയും സുധാകര നീ ഒരു കാര്യം ചെയ്യുക, നീ കുറച്ച് മാസങ്ങളെ പിന്നെ നീ ഒന്നും ചെയ്യണ്ട, വിനായകൻ നിങ്ങളൊരു അവസരം കൊടുക്കുന്നില്ല എന്നാണ് അവൻ പറയുന്നത്, വിനയൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരു മാസത്തെ ചിലവ് ഇവർ നോക്കട്ടെ, അപ്പോൾ നീ എന്തെങ്കിലും ചിലവിന് കുറച്ചെന്തെങ്കിലും കൊടുത്താൽ മതി, അപ്പോൾ അതുവരെ ഇവൻ നോക്കട്ടെ എന്നറിയും. അയ്യോ അച്ഛമ്മേ അതൊന്നും എനിക്ക് പറ്റില്ല, അത്ര വലിയ തുകയൊന്നും എൻ്റെ കയ്യിൽ ഇല്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും അത്ര വലിയ തുക എൻ്റെ കയ്യിലും ഇല്ല, നിൻ്റെ അച്ഛൻ്റെ കയ്യിലും ഇല്ല, എന്നിട്ടും അച്ഛൻ അത് ഓരോ മാസം വട്ടെത്തുന്നില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ മാഷ് പറയും അമ്മേ വേറെ ഒരു പണിയില്ലേ, ഇതൊന്നും ശരിയാവില്ല അമ്മേ, ഇത് ഇങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയും. ഞാൻ പോയിട്ട് വരാൻ പറയും, നീ വാടാ നിൻ്റെ പുതിയ മരുമകൾ ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാൻ പറയും. അപ്പോൾ പറയും വേണ്ടമ്മേ എനിക്ക് വിശപ്പില്ല, ഞാൻ പോവും പിന്നെ കഴിച്ചോളാം പറയും. അപ്പോൾ നീ ഒന്നും കഴിച്ചില്ലല്ലോ, നിനക്ക് വല്ല തളർച്ച ഉണ്ടാവും മോനെ, വന്ന് കഴിച്ചിട്ട് പോടെ ചക്ക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് മാഷെ. അപ്പോൾ വേണ്ടമ്മേ നിങ്ങൾ കഴിച്ചോളൂ, ഇനിയിപ്പോൾ വൈകിയ പ്രശ്നമാണ്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം പോവുകയാണ്. അപ്പോൾ പിന്നെ പറയും എൻ്റെ മോന് അതിനുള്ള ഭാഗ്യമൊന്നുമില്ല, 2-3 ആൺമക്കളുണ്ടെന്ന് തന്നെ ഉള്ളൂ, അതിനുള്ള ഭാഗ്യമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ പറയും നീ വേണം കാര്യങ്ങളൊക്കെ നീ നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് വിനയോട് പറയപ്പോൾ പറയും ഞാൻ എന്തായാലും മാസം ഞാൻ എന്തെങ്കിലും കാശ് കൊടുക്കുന്നുണ്ടല്ലോ ചിലവിന്, മൂത്ത മകൻ എന്താ കൊടുക്കുന്നത്, ഇളയ മകൻ എന്താ കൊടുക്കുന്നത്, അവൻ വെറുതെ ഇങ്ങനെ നടക്കല്ലേ ഇതും പറഞ്ഞിട്ട് എന്നറിയും. അപ്പോൾ പറയും അവനവൻ ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്യുന്നത് എന്തോ നോക്കി നടക്കുന്നതല്ല, അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവനവനെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ അച്ചമ്മയും പറയണം. ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഒരാളെന്താ തന്ന് ഇത് കഥ പറയുന്നതിനിടയിൽ പേഴ്സണൽ കാര്യങ്ങൾ പറയരുത്, സംഭവം സത്യമാണ്. നമ്മളുടെ ഒരാൾ തരുന്നത് അപ്പോൾ മറ്റാളെന്താ തന്ന് എന്ന് ചോദിച്ച് ആൾക്കാരൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടേ. അപ്പോൾ അങ്ങനെ പോകണം. അപ്പോൾ മാഷടുത്ത് കമലമ്മ പറയുന്നുണ്ട് സംഭവം എന്താ വെച്ചാൽ വിനയൻ്റെ കാര്യം വിശ്വൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിശ്വ ആ ജോലിയും വിട്ടോ എന്നങ്ങനെ ചോദിക്കണം. അതുപോലെ വിനയൻ്റെ കാര്യം പിന്നെ മാഷ് അറിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ മാഷോട് കമലമ്മ പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ ഈ നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും കാര്യം എന്തായാലും അമ്മ അറിഞ്ഞിട്ടില്ല എന്നാണോ മാഷ വിചാരം നോക്കുമ്പോൾ അതെങ്ങനെ ചോദിക്കും. ഈ ഫോണും കൈ പിടിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങുന്ന അമ്മയ്ക്ക് എന്താ അറിയില്ല, അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടാവുക, അറിയാത്ത പോലെ ഭാവിക്കുകയാണെന്ന് പറയും. അറിഞ്ഞില്ലേ ഇനി നമ്മളായിട്ടൊന്നും പറയുമെന്ന് വേണ്ടാന്നിങ്ങനെ മാഷ് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും അവളെ ഇവിടുത്തെ വീട്ടിൽ കുട്ടിയായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്, അതിന് വേണ്ടിയിട്ടാണോ ചെയ്യേണ്ടത് എന്നിങ്ങനെ മാഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ കുറേ ഡയലോഗുകളൊക്കെ ഇടയ്ക്കുണ്ട്, അതൊക്കെ പോയി മറ്റേ ഫാസ്റ്റായിട്ട് വന്നപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മ അകത്തേക്ക് കയറിയപ്പോൾ വിനയനോട് പറയുകയാണ് സാമ്പാറും ദോശയും കഴിച്ചു, നീ കഴിച്ചെന്നോ ചോദിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ ഇല്ല എന്ന് പറയും, എന്നാൽ വാ വേദ സാമ്പാറൊക്കെ ദോശയും സാമ്പാറും ഉണ്ടാക്കി കഴിക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പക്ഷെ ഇതും പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മ, നിൻ്റെ വീട്ടിൽ കൊടുക്കുന്ന കാശിനേക്കാട്ടിൽ കൂടുതൽ കള്ളപ്പലഹാരം വാങ്ങിക്കൊടുന്ന് നിൻ്റെ ഈ പിത്തക്കാടിയായ ഭാര്യയെ തീറ്റിക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ അച്ചമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയും ചെയ്യുന്നില്ലേ, അപ്പോൾ അതിനേക്കാളും വീട്ടിൽ കൊടുക്കുന്നത് ആഴ്ചയിൽ 350 രൂപയാണ് ആഴ്ചയിൽ കൊടുക്കുന്നത്, അതിനും കൂടുതൽ പൈസയ്ക്കുള്ള പലഹാരങ്ങൾ വാങ്ങി അവളെ കൊണ്ട് തീറ്റിക്കുന്നില്ലേന്നും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ മാറ്റിയെടുക്കും, നിങ്ങളുടെ ഈ സ്വഭാവമൊക്കെ ഞാൻ ശരിയാക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ അച്ചമ്മ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ദോശയും സാമ്പാറും കഴിക്കാൻ പോണത്. അപ്പോൾ ഇവളെ നന്ദിനിനെ വിളിക്കുക. അപ്പോൾ നന്ദിനി നീയും വാടിക്കെന്ന് പറയുമ്പോൾ അപ്പോൾ പറയുക ഈ തള്ളക്ക് ഇത് എന്തിൻ്റെ കേടാ, എന്തിനാ അപ്പോൾ നമ്മളെ മെക്കിട്ട് കയറാൻ വന്നത്, മറ്റുള്ളവരൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് നമ്മൾ കൊടുക്കണം, നമ്മളെ മെക്കിട്ടാണ് കയറുന്നത്, ഇത് എന്നാണോ ഇവിടുന്ന് പോണത് എന്നൊക്കെ പറയുക. നീ വാ ഭക്ഷണം
കഴിക്കാൻ പോവാന്ന് പറയുമ്പോൾ അറിയോ നീ വാടി പിത്തക്കാളി എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ എന്നെ വിളിച്ചു വയ്ക്കുമ്പോൾ ഞാൻ സ്നേഹത്തോടു കൂടി വിളിച്ചല്ലേ നീ വാടി എന്ന് പറയുന്ന നന്ദിനിയോട് വിനയൻ. അങ്ങനെ അച്ഛമ്മേരെ പിന്നാലെ വിനയനും പോവുകയാണ്. അതിൽ പറയും ഓ ഈ തള്ളയെ കൊണ്ട് തോറ്റു, ഈ തള്ള എന്നാണ് അവ ഇവിടുന്ന് കെട്ടിയെടുക്കേണ്ടതെന്നൊക്കെ അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് ആ സാമ്പാർ കോളാവണേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ വേദമുണ്ടാക്കുന്ന സാമ്പാറേ കോളാവണേന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദിനി. അത് കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുകയാണ്. അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ദോശയും നമ്മുടെ ശ്രീജ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുക. ഒരു 4 ദോശയും സാമ്പാറും ഇതുവരെ ആയില്ലേ എന്ന് വയ്ക്കും. അപ്പോൾ ആയി അച്ഛമ്മേ എന്ന് പറയും ശ്രീജ. നീയല്ല വേദ പറഞ്ഞ ആയി അച്ഛമ്മ ഇരിക്കും ഇത് അടുക്കുക എന്ന് പറയും. അങ്ങനെ എന്നാൽ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കസാരയിൽ പോയിരിക്കുന്നുണ്ട്, ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോയിരിക്കുന്നുണ്ട്. അപ്പോഴേക്കിനും വിശ്വം വരികയാണ്. വിശ്വം പറയും എനിക്കും വിശക്കുന്നു ശ്രീജ, എനിക്കും കൂടെ എടുത്ത് പറഞ്ഞു വിശ്വം ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കിനും വിനയനും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദ കുറച്ച് പ്ലേറ്റുമായിട്ട് വന്നിട്ട് അച്ഛമ്മയ്ക്കൊരു പ്ലേറ്റ് വയ്ക്കുന്നുണ്ട്. അതുപോലെ വിനയനും വിശ്വനും വയ്ക്കുമ്പോൾ വിശ്വന് പ്ലേറ്റ് വയ്ക്കാൻ വരട്ടെ എന്നറിയും. അപ്പോൾ വിശ്വം നോക്കും. വിശ്വം എവിടെ അമ്മ എവിടെയെന്ന് കമല എവിടെ വയ്ക്കും. അപ്പോൾ അങ്ങനെ പറമ്പിൽ പുകയില കഷായം അടിക്കാൻ പോയിരിക്കുകയാണ് പച്ചക്കറിക്ക് എന്നറിയും. അപ്പോൾ ഇനി എപ്പോഴാണ് വരിക വയ്ക്കും. അവളെന്തെങ്കിലും കഴിച്ചോ എന്ന് വയ്ക്കും അച്ഛമ്മ. ഇല്ല ഒന്നും കഴിച്ചില്ല, ഇനി വരുമ്പോൾ 10-11 മണിയാകുമ്പോൾ ലേറ്റ് ആവില്ലേ എന്ന് വയ്ക്കും. വൈകും എന്നറിയും. അപ്പോൾ വിശ്വം നീ പോയിട്ട് അമ്മയുടെ കൂടെ പോയിട്ട് പുകയില കഷായം അടിക്കാൻ പോകുന്നറിയും. അപ്പോൾ പുകയില കഷായം അടിക്കാൻ പോയിരിക്കുകയാണ് അത്രേ എന്നൊരു പറച്ചിലുണ്ട് നമ്മുടെ വിശ്വത്തിന് കേട്ടോ. അതിലിപ്പോൾ നീ പോയി ചെയ്യ്, എന്നിട്ട് കമ്മലോട് ഇങ്ങോട്ട് വരാം, 2 പേരും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ എന്നറിയും. അല്ല അച്ഛമ്മ സാധാരണ അമ്മ ഒരു 11 മണിക്കാണ് രാവിലത്തെ കഴിക്കുക, 3 മണിക്ക് ഉച്ചയ്ക്കുള്ളത് 3 മണിക്കാണ് കഴിക്കുക, പിന്നെ രാത്രിത്തെ കുറച്ച് നേരത്തെ കഴിക്കുമല്ലേ ശ്രീജയ് എന്ന് നോക്കി കേട്ടോ വിശ്വം. അപ്പോൾ പറഞ്ഞാൽ അത് വേണ്ട, അതിനാണ് നിന്നോട് പറഞ്ഞത്, നീ ഇവിടെ വെറുതെ ഇരിക്കല്ലേ, പോയിട്ട് ആ പുകയില കഷായം അടിച്ചിട്ട് 2 പേരും കൂടെ പെട്ടെന്ന് വരാൻ നോക്ക്, ഭക്ഷണം കൊടുക്കണം, എന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയും. അതിലച്ഛമ്മ ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ പറഞ്ഞേ കേട്ടില്ലേ പോയി ചെല്ലേ എന്ന് പറയും. ചെയ്തിട്ട് വാന്ന് പറയും. അങ്ങനെ പോകുമ്പോൾ ഈ തള എന്നെ പട്ടിണി കിട്ട് കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് പോണത് വിശ്വം. പക്ഷെ അച്ഛമ്മ ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ദോശ വിളമ്പുണ്ട്, വിനയനും വിളമ്പുണ്ട്. അത് കഴിഞ്ഞ് സാമ്പാർ ഒഴിക്കും. സാമ്പാർ ഒഴിച്ചപ്പോൾ അതിന് വന്ന് നിൽക്കുകയാണ്. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഉറപ്പാണ് അച്ഛമ്മ ചീത്ത പറയുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങോട്ട് അവൾ വേദയെ ചീത്ത പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ പിന്നിൽ ഇങ്ങനെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെ നന്ദിനി. അപ്പോൾ വേദ അടുത്ത് നിൽക്കുന്നുണ്ടാവും, ശ്രീജ അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും, വിനായകനെ ഇരിക്കുന്നുണ്ട്. അതിൽ സാമ്പാർ ഒഴിച്ചിട്ട് അച്ഛമ്മ ദോശ അതിൽ മുക്കി ഇങ്ങനെ വായിൽ ഇങ്ങനെ വെക്കും. വായിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നിനക്ക് ആരാ ഈ സാമ്പാർ വയ്ക്കാൻ പഠിപ്പിച്ചത്, ആരാടി നിനക്ക് പഠിപ്പിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ വേദമൊന്നും മിണ്ടില്ല. നിൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല. പിന്നാരാ? നിൻ്റെ മുത്തശ്ശിയാണോ? അല്ല. പിന്നാരാ? പറയേ, അത് ആരാ നിനക്ക് ഇങ്ങനെ പഠിപ്പിച്ചതെന്ന് അറിയും. അത് മുത്തശ്ശി, ഇതിൽ ഈ രുചി എങ്ങനെയാണ് നിനക്ക് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കൂടി വറുത്ത് പൊടിച്ച് അങ്ങനെ അത് അരച്ച് ചേർത്തിരിക്കുക. അതൊക്കെ മനസ്സിലായി, ഇത് പക്ഷേ ഈ രുചി എങ്ങനെ നിനക്ക് കിട്ടിയത് എന്നറിയും. അത് അച്ഛമ്മയുടെ ചാനൽ ഞാൻ കണ്ടു, ആ ചാനലിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയും. ഞാൻ ഒരു പ്രാവശ്യം പുലാവ് ഉണ്ടാക്കിയപ്പോൾ അത് ഫ്ലോപ്പായപ്പോൾ അമ്മയാണ് പറഞ്ഞത് അച്ഛമ്മയ്ക്ക് ഇങ്ങനെ ഒരു ചാനലുണ്ട് അതിൽ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതിൽ നോക്കി എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ആ ചാനലാണ് കാണാറ്. അങ്ങനെയാണ് അച്ഛമ്മയുടെ സാമ്പാർ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് പറയും. അങ്ങനെ വരട്ടെ, ഞാൻ വിചാരിച്ചു എൻ്റെ സാമ്പാറിൻ്റെ രുചി എങ്ങനെയാണ് നിനക്ക് കിട്ടിയത്, നന്നായി മോളെ എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഞാൻ അച്ഛമ്മയുടെ എല്ലാ ചാനലും എല്ലാതും കാണാറുണ്ട്, മാത്രമല്ല അതിലുള്ള പോസ്റ്റൊക്കെ കാണും, ലൈക്ക് ചെയ്യുകയൊക്കെ ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും നമ്മുടെ വേദ. നന്ദിനി അമ്പടി കള്ളി, ഇതൊക്കെ മനസ്സിലുണ്ടായിട്ടാണല്ലേ, ഒളിപ്പിച്ച് വെച്ചിട്ടാണല്ലേ ഇതിങ്ങനെ മനസ്സ് പറയും. അപ്പോൾ വേദയ്ക്ക് നമ്മുടെ ശ്രീജയ്ക്കും സമാധാനം. ശ്രീജ സാമ്പാറും വെച്ചിട്ട് വിശ്വന് പിന്നാലെ ഓടാൻ നിൽക്കുമ്പോൾ ചീത്ത അറിയണം, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ചീത്ത അറിഞ്ഞ് നിർത്തുന്നുണ്ട്. അച്ഛമ്മ നീ പോണ്ട, അവർ പോയി ചെയ്തിട്ട് വരട്ടെ പറഞ്ഞിട്ട് ശ്രീജേനെ അവിടെ പിടിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നീ ഇവിടെ വാ മോളെ, ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് വേദന അടുത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പറയും അപ്പോൾ മോളെല്ലാം കാണുന്നുണ്ടല്ലേ എന്ന് നിൽക്കുമ്പോൾ ഞാൻ എല്ലാം കാണുന്നുണ്ട് അച്ഛമ്മേ, എല്ലാം ഞാൻ പിന്നെ ഇപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയും. വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബർ ഇങ്ങോട്ട് കൂടുന്നില്ലല്ലോ പറയും. അതിനൊക്കെ ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട് അച്ഛമ്മേ, അത് നമുക്ക് ചെയ്യാം, അത് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ കൂടും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആണോ, എന്നാൽ ശരി, നമുക്കെന്നാൽ ഇനി എല്ലാം ഒന്ന് ശരിയാക്കണം എന്നറിയാം, നമുക്കൊരു ഹോം ടൂറൊക്കെ നടത്തണം, പിന്നെ ഇന്നത്തെ മറ്റേ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുകയൊക്കെ വേണം. മോളുണ്ടാവില്ല എൻ്റെ കൂടെ വയ്ക്കുമ്പോൾ, പിന്നെന്താ ഞങ്ങളുണ്ടാവും അല്ലേ ശ്രീജ അടുത്ത് നിൽക്കുമ്പോൾ ശ്രീജിയും തിരിച്ചിട്ടിങ്ങനെ തല്ലാട്ടും കേട്ടോ. അപ്പോൾ അച്ഛമ്മയ്ക്ക് പെരുത്ത് സന്തോഷം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പേരക്കുട്ടികളെയും കിട്ടിയിരിക്കുകയാണ്.
തന്നെയാണ്, ഒറ്റയ്ക്കല്ല. ഹോം ടൂർ നടത്തലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നന്നായി, അടിപൊളി, നല്ലൊരു അച്ചമ്മയാണ്. ഇപ്പോഴത്തെ ന്യൂജൻ അച്ചമ്മ എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ അച്ചമ്മ ദോശയും സാമ്പാറൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളെ വിക്രം എന്ത് ചെയ്യും, മുടിയൊക്കെ ചീന്തി ചൂളടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ ചീന്തി ഒക്കെ ഇങ്ങനെ റെഡിയാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ബ്രഷാണ് കാര്യം, അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ മൈക്ക് പോലെ എടുത്തിട്ട് ഹലോ മൈക്ക് ടെക്സ്റ്റിംഗ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഹലോ എന്ന് അറിയില്ല, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മളെ വേദ ആ ഡോറിൻ്റെ അവിടെ പോയി നിന്നിട്ട് കൈയും കെട്ടി നിന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് മൂപ്പരുടെ പരിപാടി എന്നറിയാം. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാർ, അമ്മമാർ, അച്ഛന്മാർ, പെങ്ങന്മാർ, പിന്നെ എന്താണ് ആങ്ങളമാർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ആങ്ങളമാർ ഇത് വേണോ എന്നങ്ങനെ സ്വയം പറയും. പറയൂ കേൾക്കട്ടെ എന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പറയും, ആരെങ്കിലും നമ്മളുടെ നാട്ടിലെ പൈസ, നമ്മൾ അധ്വാനിക്കുന്ന പൈസ നമ്മുടേതാണ് ഓഹോ എന്ന് പറയും. ഒരു കോപ്പനും നമ്മളുടെ പണം തട്ടിക്കൊണ്ടുപോകാൻ സമ്മതിക്കരുത് പറയുമ്പോൾ നല്ല എന്താണ് വാചകമെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്ന ഓരോ ഡയലോഗിനും നമ്മളെ വേദ അവിടെ നിന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തോ പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ പോകണോ, കേൾക്കട്ടെ എന്ന് പറഞ്ഞ് വളരെ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് നമ്മുടെ വേദ അവിടെ നിന്നിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നത്. അപ്പോൾ പ്രാക്ടീസാണ്. അപ്പോൾ കുറച്ചുകൂടി പറഞ്ഞിട്ട് ഇതൊന്നും എനിക്ക് ചേരുന്നതല്ല എന്ന് പറയും. പിന്നെ പ്രിയപ്പെട്ട നാട്ടുകാർ മതി കയ്യൊക്കെ എളിയിലൊക്കെ കുത്തി നിന്നിട്ടാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ കണ്ണാടിയിൽ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ചിരിച്ചിട്ടൊക്കെ നല്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വിക്രം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കലക്കൻ എപ്പിസോഡാണ്. ആരും മിസ് ചെയ്യാണ്ട് കാണുക. അതിൻ്റെ അടുത്ത ആഴ്ചത്തെ ഇതും കണ്ടു, അതും നല്ലതാണ്, നല്ല രസമുണ്ട്. അടുത്ത ആഴ്ച ഇതിലും കലക്കൻ എപ്പിസോഡുകളാണ് അടുത്ത ആഴ്ച ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. പവിത്രം അതുപോലെ എൻ്റെ രാധാസ്വാമി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ അമ്മണി അച്ചമ്മ പറഞ്ഞ പോലെ സബ്സ്ക്രൈബർ കുറവാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, വ്യൂവേഴ്സും കുറവാണെന്ന് വ്യൂവേഴ്സിനെ കൂട്ടി തരണേ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. അതുപോലെ തന്നെ ഒരു ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇടണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളും ഒക്കെ എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.